ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോട്ട്. എടാ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് +2 കെമിസ്ട്രിയിൽ ആവശ്യമുള്ള എല്ലാ ഇക്വേഷൻസും ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് +2 കെമിസ്ട്രിയിൽ ആവശ്യമുള്ള കംപ്ലീറ്റ് ഇക്വേഷൻസും ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുക. നോക്കടാ മക്കളെ, ആദ്യം നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ എം കാണാനുള്ള ഇക്വേഷനാണ്. എന്താ ഇക്വേഷൻ? WB/MB × 1000/VM. അപ്പം എല്ലാവർക്കും ഡൗട്ട്, ആരാ സാറേ WB? ഇനി നിങ്ങൾ എല്ലാ ഇക്വേഷനിൽ കാണുന്ന ഒരാളാണ് WB. എടാ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, W എന്ന് കണ്ടാൽ അത് ഗിവൺ മാസ് ആണ്. W എന്ന് കണ്ടാൽ അത് ഗിവൺ മാസ് ആണ്. M എന്ന് കണ്ടാൽ അത് മോളാർ മാസ് ആണ്. W എന്ന് കണ്ടാൽ അത് ഗിവൺ മാസ് ആണ്. M എന്ന് കണ്ടാൽ അത് മോളാർ മാസ് ആണ്. ഇനി മക്കളെ, A എന്ന് കണ്ടാൽ അത് നിങ്ങളുടെ സോൾവെൻ്റ് ആണ്. A എന്ന് പറഞ്ഞാൽ, B എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സൊല്യൂട്ടാണ്. ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് ഏതൊരു ഇക്വേഷനും എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ എന്താ WBൻ്റെ ഫുൾ ഫോം? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. എന്താ MBയുടെ ഫുൾ ഫോം? മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000/വോളിയം ഇൻ മില്ലി ആണ്. ഇനി രണ്ട് മൊളാരിറ്റിയും വോളിയം തന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ M1V1 = M2V2. മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താടാ? സ്മോൾ ലെറ്റർ m = WB/MB × 1000/WA. ഇതിൽ അറിയാത്ത ഒരു പുതിയ ടേം ഉള്ളത് WA ആണ്. ആരാ WA? ഗിവൺ മാസ് ഓഫ് സോൾവെൻ്റാ. W എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ്, A എന്ന് പറഞ്ഞാൽ സോൾവെന്റ്. അപ്പോൾ ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ആണ് ആര്? WA. ഇനി മക്കളെ, എപ്പോഴും ചോദിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് മോൾ ഫ്രാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ. കൈ A എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് A. എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് A ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. കൈ B എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് B ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് B ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ. ഓക്കെ, അടുത്ത ഇക്വേഷൻ നോക്കടാ. റൗൾസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ എന്താ? PA = P0A കൈ A. ആരാ PA എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള എന്റെ വേപ്പർ പ്രഷറാ. ആരാ? P0A. മേലെ 0 എന്ന് കണ്ടാൽ അത് പ്യുവർ സോൾവെന്റാ. A പ്യുവറായിട്ട് നിൽക്കുന്ന സമയത്ത്, A ഒറ്റക്ക് നിൽക്കുമ്പോൾ സൊല്യൂഷൻ ആക്കാത്ത സമയത്തുള്ള അയാളുടെ വേപ്പർ പ്രഷറാണ് P0A. ബിയുടെ കേസിലും അങ്ങനെ തന്നെ. ഇനി ടോട്ടൽ പ്രഷർ എങ്ങനെ കാണുക? അത് PA + PB ആണ്. PAയും PBയും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് ഏത് പ്രഷർ കാണാൻ പറ്റൂടാ? ടോട്ടൽ പ്രഷർ കാണാൻ പറ്റും. ഇനി മക്കളെ, അടുത്തൊരു പ്രധാനപ്പെട്ട ലോയാണ് ഹെൻറീസ് ലോ. അതിലുള്ള ഇക്വേഷൻ ആണ് പ്രഷർ = KH × കൈ. കൈ മോൾ ഫ്രാക്ഷനാ. KHന് അധികം ആൾക്കും അറിയില്ല. KHൻ്റെ പേരാണ് ഹെൻറീസ് കോൺസ്റ്റന്റ്. മറക്കരുത്, KHൻ്റെ പേരാണ് മക്കളെ, അത് ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ് KH എന്ന് പറയുന്ന ആള്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മക്കളെ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നേരത്തെ പറഞ്ഞതേ ഇക്വേഷൻ തന്നെ. P0A - PA/P0A = കൈ B ആണ്. കൈ B ആണ്. ആരാ കൈ B? അത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടാ. ഇത് അത്രത്തോളം അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാളുകൾ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിന്റെ സിമ്പലാണ് ΔTB. അത് കാണാൻ KB × മൊളാലിറ്റി ആണ്. മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, WB/MB × 1000/WA. ഇതാണല്ലോ മൊളാലിറ്റിയുടെ ഇക്വേഷൻ. ആ മൊളാലിറ്റിയുടെ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി KBയുടെ ഫുൾ ഫോം കുറേ പേരുണ്ട്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന. എന്താ പഠിപ്പിക്കുന്നത്? എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊളാൽ എലവേഷൻ കോൺസ്റ്റന്റ് എന്നോ അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിന്റെ എലവേഷൻ കോൺസ്റ്റന്റ് എന്നൊക്കെ സൂചിപ്പിക്കാൻ പറ്റും. ഇനി എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കാണാനുള്ള ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. അത് TB - T0B ആ. എന്താ TB എന്ന് പറഞ്ഞാൽ? സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ്. മറക്കരുത്, TB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ്. ആരാ? T0B ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെൻ്റ് ആണ്. സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ് T0B. അപ്പോൾ
ഡെൽറ്റ ടി പി കാണണമെങ്കിൽ സൊല്യൂഷനിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ നിന്നും സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറച്ചാൽ മതി. ഓക്കെ അല്ലടാ. ഇതേ പാറ്റേണിൽ വരുന്ന വേറൊരാളാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ആരാ മക്കളെ? ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ഫ്രീസിങ് പോയിന്റിലുള്ള ഡിപ്രഷൻ്റെ കേസ് നിങ്ങൾ നോക്കേണ്ട കാര്യം ഡെൽറ്റ ടി ബി അല്ല, ഫ്രീസിങ് പോയിന്റ് അല്ലേ. അപ്പോൾ ഡെൽറ്റ ടി എഫ്, ഇവിടെ കെ ബി ആണ്, ഇവിടുത്തെ കോൺസ്റ്റന്റ് കെ എഫ് ആണ്. കെ എഫിൻ്റെ പേര് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ അല്ലടാ. ഇനി മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ, എക്സാക്റ്റ് ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു നിങ്ങൾ കാണേണ്ടത് T0F മൈനസ് ടി എഫ് ആണ്. ആരാ? T0F മൈനസ് ടി എഫ് ആണ്. ഓക്കെ. ഇനി മക്കളെ ശ്രദ്ധിച്ചോ, ഓസ്മോട്ടിക് പ്രഷർ അതിന് നിങ്ങൾ പൈ എന്നാ റെപ്രസെൻറ്റ് ചെയ്യുക. ഓസ്മോട്ടിക് പ്രഷർ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കിക്കോ. പൈ ഈസ് ഈക്വൽ ടു CRT. എന്താ ഇക്വേഷൻ? പൈ ഈസ് ഈക്വൽ ടു CRT. ആരാ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റാ. ടി ആരാ? അത് ടെമ്പറേച്ചറാ. സി കോൺസെൻട്രേഷൻ ആണ്. പക്ഷെ ഇവിടെ സി നിങ്ങൾ എടുക്കുക മൊളാരിറ്റി ആണ് എടുക്കുക. മൊളാലിറ്റി അല്ല, ക്യാപിറ്റൽ ലെറ്റർ എം ആയിട്ടുള്ള മൊളാരിറ്റി ആണ് നിങ്ങളിവിടെ സി ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ സിക്ക് പകരം മൊളാരിറ്റിയുടെ ഇക്വേഷൻ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ഇക്വേഷൻ? WB/MB ഇൻറ്റു 1000 വോളിയം ഇൻ മില്ലി ലിറ്റർ ഇൻറ്റു ഇയാൾ തന്നെ ആരാ? RT തന്നെ കൊടുക്കാം. ക്ലിയർ ആണല്ലോ? അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ്. ഇനി ഇലക്ട്രോ കെമിസ്ട്രിയിൽ എപ്പോഴും ചോദിക്കുന്ന ആളാണ് ഒരു സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ, ഈ സെല്ല് കാണാനുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. ഇനി നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെല്ല് ഞാൻ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെല്ല്, ഈ സെല്ല് സെൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു E0 എന്ന് കണ്ടാൽ ഇത് സ്റ്റാൻഡേർഡ് EMF ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആണ്. ഈ സെല്ല് വെറും സെൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആണ്. 0.0591/n. n എന്ന് പറഞ്ഞാൽ അത് ചാർജ് ആണ്. n വാലൻസി അല്ലെങ്കിൽ ചാർജ് എന്ന് പറയാം. ലോഗ് നിങ്ങൾക്കറിയാം. പിന്നെ Zn2+ൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ Cu2+ൻ്റെ കോൺസെൻട്രേഷൻ. ഇതാണ് മക്കളെ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ എന്ത് സെല്ല? ഡാനിയൽ സെല്ല്. ഇങ്ങനെ ഏതൊരു സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ ചോദിച്ചാലും മക്കളെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോ കെമിസ്ട്രിയിലെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു സ്ഥലമാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് മക്കളെ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട കാര്യമാണ്. E0 സെല്ലും KCയും തമ്മിലുള്ള റിലേഷനാണ്. എന്താ E0 സെല്ല്? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. KC ആരാ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ. അടുത്തത് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി. എടാ അതറിയാത്തവരുണ്ടാവരുത്. ഡെൽറ്റ G0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയാ. ആ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയും E0 സെല്ലും തമ്മിലുള്ള റിലേഷനാണ്. ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -NF E0 സെൽ. ഓക്കെ. ഇനി ഡെൽറ്റ G0 സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയും KCയും തമ്മിലുള്ള റിലേഷനാണ്. ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -2.303 RT log KC. അപ്പോൾ ഈ മൂന്ന് റിലേഷൻസും പബ്ലിക് എക്സാമിന് പ്രോബ്ലം ചോദിക്കാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവും. എങ്ങനെ ക്വസ്റ്റ്യൻ വരിക സാറേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവും. ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കും KC കാണാൻ അല്ലെങ്കിൽ ഡെൽറ്റ G കാണാൻ. ഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കണം. ഓക്കെ. ഇനി എപ്പോഴും ചോദിക്കുന്ന ഇതൊന്നും വേണം ചോദിക്കാറില്ല, എന്നാലും അറിഞ്ഞിരുന്നോ, റെസിസ്റ്റൻസ് കാണാൻ റോ L/A. എന്താ റോൻ്റെ പേര്? റോൻ്റെ പേര് റെസിസ്റ്റിവിറ്റി ആണ്. R റെസിസ്റ്റൻസ് ആണ്, റോ റെസിസ്റ്റിവിറ്റി ആണ്. L എല്ലാവർക്കും അറിയാം, അത് ലെങ്ത് ആണ്. A എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് ഏരിയ ആണ്. ഓക്കെ. ഇനി G എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസാണ്. അത് കാപ്പ A/L K അല്ലെങ്കിൽ കാപ്പൻ്റെ പേരെന്താടാ? കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടക്ടിവിറ്റിയാണ്. കാപ്പ എന്ന് പറഞ്ഞാൽ ആരാ? അത് കണ്ടക്ടിവിറ്റിയാണ്. ഇനി മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ/m. ആരാ ഈ ലാംഡ/m മക്കളെ? അത് മോളാർ കണ്ടക്ടിവിറ്റിയാണ്. മോളാർ കണ്ടക്ടിവിറ്റിയാണ് ലാംഡ/m. ലാംഡ/m ഈസ് ഈക്വൽ ടു 1000 കാപ്പ ബൈ മൊളാരിറ്റി. K എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും,
അത് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കപ്പയാണ് കണ്ടക്ടിവിറ്റി. എം എന്ന് പറഞ്ഞാൽ അതാരാണ്? മൊളാരിറ്റി ആണ്. എം ആരാണ്? അത് മൊളാരിറ്റി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഇത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഡിബൈ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. നോക്കണേ, ദാറ്റ് ഈസ് ഡിബൈ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. എന്താ ഡിബൈ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ? ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ എം 0 മൈനസ് എ റൂട്ട് സി. ലാംഡ എം ആരാന്ന് ഇപ്പൊ പറഞ്ഞു? മോളാർ കണ്ടക്ടിവിറ്റിയാ. ആരാ ലാംഡ എം 0? അത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ലാംഡ എം 0 ആരാണ്? അത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ, ഇനി എ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൈനസ് എ എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. സി പിന്നെ എല്ലാവർക്കും അറിയാം അത് കോൺസെൻട്രേഷൻ ആണ്. സി കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഡിബൈ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ എന്താണെന്നേ ചോദിക്കുള്ളൂ. ഇവിടുന്ന് പ്രോബ്ലം ഉണ്ടാവില്ല, ഇത് വെച്ച് പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് എന്താന്ന് ചോദിക്കും. അപ്പോൾ ഇക്വേഷൻ കാണാതെ പഠിച്ചോ. ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ എം 0 മൈനസ് എ റൂട്ട് സി. ഡിബൈ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാൽ ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ എം 0 മൈനസ് എ റൂട്ട് സി ആണ് എന്നുള്ളത് മറന്നു കളയരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഫാരഡേസ് ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻ, ലാസ്റ്റ് ഇക്വേഷൻ ആണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ. എന്താ? എം മാസ് ഈസ് ഈക്വൽ ടു ZIT. ആരാ ഐ എന്നറിയാത്ത ആരും ഉണ്ടാവില്ല. നിങ്ങൾ ഫിസിക്സിലൊക്കെ ഒരുപാട് തവണ പഠിച്ചതാണ്. കറണ്ടാണ്. ടി എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? അത് ടൈമാണ്. സെഡിൻ്റെ പേരറിയില്ല, സെഡിൻ്റെ പേരൊന്ന് പഠിക്കണം. ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ്. സെഡിൻ്റെ പേരാണ് മക്കളെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ്. സെഡിൻ്റെ പേരാണ് മക്കളെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ്. ഓക്കെ, ഇനി എങ്ങനെയാ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് കാണുക? ഇക്വലൻ്റ് മാസ് ബൈ 96,500. എടാ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് കാണണമെങ്കിൽ, സെഡ് കാണണമെങ്കിൽ ഇക്വലൻ്റ് മാസിനെ 96,500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ ഇക്വലൻ്റ് മാസ് എന്ന് പറഞ്ഞാൽ? അത് അറ്റോമിക് മാസ് ബൈ ചാർജ് ആണ്. എന്താ ഇക്വലൻ്റ് മാസ് എന്ന് പറഞ്ഞാൽ? അത് അറ്റോമിക് മാസ് ബൈ ചാർജ് ആണ്. അറ്റോമിക് മാസിനെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇക്വലൻ്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ മക്കളെ നിങ്ങൾക്ക് 3 ഇക്വേഷൻ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. 3 ഇക്വേഷൻ പഠിച്ചാലേ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസിൻ്റെ പ്രോബ്ലം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു കളയരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി കെമിക്കൽ കൈനറ്റിക്സ്. ഒരുപാട് പ്രോബ്ലം വരുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ 0 ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ. എന്താ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ 0 ഓർഡർ? K ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ബൈ T. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ K ഈസ് ഈക്വൽ ടു 2.303 ബൈ T ലോഗ് R0 ബൈ R ആണ്. ആരാണ് K എന്ന് പറഞ്ഞാൽ? Kൻ്റെ പേര് റേറ്റ് കോൺസ്റ്റൻറ്റ്. ക്വസ്റ്റ്യനിൽ തരുന്ന ആളാണ്. Kൻ്റെ പേര് റേറ്റ് കോൺസ്റ്റൻറ്റ്. R0 എന്ന് പറഞ്ഞാൽ അത് ഇനീഷ്യൽ കോൺസെൻട്രേഷനാണ്. R0 എന്ന് പറഞ്ഞാൽ അത് ഇനീഷ്യൽ കോൺസെൻട്രേഷനാണ്. R എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ കോൺസെൻട്രേഷനാണ്. അത് ഫൈനൽ കോൺസെൻട്രേഷനാണ്. മറന്നു കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോടാം. ഹാഫ് ലൈഫ് കാണാൻ, 0 ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് കാണാൻ T ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് ലൈഫ് എന്നാ മീനിങ്. R0 ബൈ 2K ചെയ്താൽ മതി. പക്ഷെ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ 0.693 ബൈ K. ഇതാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. ഹാഫ് ലൈഫ് നിങ്ങൾ T ഹാഫ് എന്നാണ് മക്കളെ റെപ്രസെൻ്റ് ചെയ്യുക. T ഹാഫ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ 2K ആണ്. ഇനി ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ T ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ബൈ K. ഓക്കെ, ഇനി അറീനിയസ് ഇക്വേഷൻ മറന്നു കളയരുത്. K ഈസ് ഈക്വൽ ടു AE റേസ് ടു മൈനസ് EA ബൈ RT. കാണാതെ പഠിച്ചോ. K ഈസ് ഈക്വൽ ടു A. K ആരാ? റേറ്റ് കോൺസ്റ്റൻ്റാ. എൻ്റെ പേര് അറീനിയസ് പാരാമീറ്റർ എന്ന. എൻ്റെ പേരെന്താടാ? അറീനിയസ് പാരാമീറ്റർ എന്നാണ്. ഈ എക്സ്പൊണൻഷ്യൽ അത് മാത്തമാറ്റിക്കലാണ്, നിങ്ങൾക്കറിയാം. ഈ A എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവരുത്. ദാറ്റ് ഈസ് ആക്ടിവേഷൻ എനർജി. ഈ A എന്ന് പറഞ്ഞാൽ അത് ഏത് എനർജിയാടാ? ആക്ടിവേഷൻ എനർജിയാണ്. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. T ടെമ്പറേച്ചർ ആണ്.
അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. K ഈസ് ഈക്വൽ ടു A e റേസ് ടു മൈനസ് EA ബൈ RT. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇനി അതിൻ്റെ ഒരു ലോഗരിതമിക് ഫോം പ്രോബ്ലം വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്, നിങ്ങൾക്കറിയാം. ഡയറക്റ്റ് ഇക്വേഷനാണ്. ലോഗ് K2 ബൈ K1 രണ്ട് റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ട് ലോഗ് K2 ബൈ K1 ഈസ് ഈക്വൽ ടു EA ബൈ 2.303 R ഇൻറ്റു 1 ബൈ T1 മൈനസ് 1 ബൈ T2. ഇത് വെച്ചിട്ട് നിങ്ങളോട് ഇതിൽ ആക്ടിവേഷൻ എനർജി EA കാണാൻ പറയും. രണ്ട് ടെമ്പറേച്ചറും രണ്ട് റേറ്റ് കോൺസ്റ്റന്റും തന്നിട്ട് ആക്ടിവേഷൻ എനർജി EA കാണാൻ പറഞ്ഞാൽ മക്കളെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യേണ്ടത് ഈ മെത്തേഡാണ്. ഓക്കെ, യെസ്, റെഡി. ഇനി ഡി ബ്ലോക്ക് എലമെന്റിൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ആകെ ഒരൊറ്റ ഇക്വേഷനെ പഠിക്കാനുള്ളൂ. അത് മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഇക്വേഷനാണ്. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ എന്നാ റെപ്രസെന്റ് ചെയ്യുക. മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2. മ്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2. n എന്ന് പറഞ്ഞാൽ അത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസാ. പെയറില്ലാത്ത ഇലക്ട്രോണുകളുടെ എണ്ണമാണ് n എന്ന് പറയുന്നത്. പെയറില്ലാതെ ഒറ്റക്ക് നിൽക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് നിങ്ങൾ n എന്ന് പറയുക. മ്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2. ഒരൊറ്റ ഇക്വേഷനെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ന്യൂമറിക്കലിന് ചോദിക്കൂ. അതുപോലെ തന്നെ കോർഡിനേഷനിലും അങ്ങനെ തന്നെ. നെയിമിങ്ങും ഐസോമറിസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇക്വേഷൻ ആകെ രണ്ടെണ്ണേ പഠിക്കാനുള്ളൂ. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2. രണ്ടാമത്തത് നിങ്ങളുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറിയിൽ ടെട്രാഹിഡ്രൽ സ്പ്ലിറ്റിംഗിലുണ്ട് ഡെൽറ്റ T ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ O എന്ന് പറഞ്ഞാൽ ആരാ? ഒക്ടാഹിഡ്രൽ സ്പ്ലിറ്റിംഗിന്റെ എനർജി ഡിഫറൻസ്. അപ്പോൾ ഡെൽറ്റ T ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ O. ഡെൽറ്റ ടിയും ഡെൽറ്റ ഓയും തമ്മിലുള്ള ഒരു റിലേഷനും കൂടി കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പഠിക്കണം മക്കളെ. ഇത്രയാണ് നിങ്ങൾക്ക് +2 കെമിസ്ട്രിയിൽ. ഓർഗാനിക് അല്ല, ഓർഗാനിക്കിൽ പിന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും ഉണ്ടാവില്ല, ന്യൂമറിക്കലില്ലല്ലോ. അപ്പോൾ ഓർഗാനിക് അല്ലാത്ത ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂമറിക്കൽസ് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് മക്കളെ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പഠിക്കണം മക്കളെ. ഓക്കെയാണ്. ഇതിനപ്പുറം ഒരു ഇക്വേഷൻ നിങ്ങളോട് ചോദിക്കൂല. ഈ ഇക്വേഷൻസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് എഴുതി വെക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലടാ മക്കളെ? റെഡിയല്ലേ? അപ്പോൾ സൂപ്പറായിട്ട് പഠിക്കുക. ഇനി ടെൻഷൻ ആവാതെ ഇനിയും എല്ലാം കൂളായിട്ട് ഇക്വേഷൻസും പ്രോബ്ലംസും ഒന്നും ടെൻഷൻ ഇല്ല. നമ്മളെ ബാക്കി വീഡിയോസിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും. ലൈവുകളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാണ് മക്കളെ. അപ്പോൾ സെറ്റായിട്ട് പഠിക്കുക.